നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SSLC IT പരീക്ഷയുടെ സോഫ്റ്റ്വെയർ ചോർന്നു. മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചോദ്യപേപ്പറാണ് ചോർന്നത്. സംഭവത്തിൽ പങ്കില്ലെന്നും ഇൻസ്റ്റലേഷൻ സമയത്താണ് സോഫ്റ്റ്വെയർ ചോർന്നതെന്നും സ്കൂൾ അധികൃതർ. ശമ്പള വിതരണം മാടായി കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് പരിയാരത്ത് UDF അനുകൂല ജീവനക്കാർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. റെയിൽവേ വികസനം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പി കരുണാകരൻ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ കൈപ്പാട് നെൽകൃഷിയുടെ സമഗ്ര വികസനത്തിനും സംരക്ഷണത്തിനുമായി നബാർഡ് 10 കോടി രൂപ അനുവദിച്ചു. കൗവായിക്കായിൽ പുഴയെ ബന്ദിയാക്കി പണിത IT ബണ്ട് പരിസരത്ത് ദുർഗന്ധം അസഹ്യമാകുന്നു. കാത്തിരിപ്പിനൊടുവിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. ശനിയാഴ്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും. വാർത്തകൾ വിശദമായി. SSLC IT പരീക്ഷയുടെ സോഫ്റ്റ്വെയർ ചോർന്നു. മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചോദ്യപേപ്പറാണ് ചോർന്നത്. സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഇൻസ്റ്റലേഷൻ സമയത്താണ് സോഫ്റ്റ്വെയർ ചോർന്നതെന്നും സ്കൂൾ അധികൃതർ. കുറ്റാരോപിതനായ പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകൻ രാജേഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകൻ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചുമതലയുണ്ടായിരുന്നത്. പരീക്ഷയുടെ നടത്തിപ്പിനായി സ്കൂളിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനെത്തിയപ്പോൾ രാജേഷ് തന്റെ പെൻഡ്രൈവിലേക്ക് സോഫ്റ്റ്വെയർ കോപ്പി ചെയ്ത് തങ്ങളുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയെന്നാണ് പരാതി. തങ്ങൾക്ക് സംഭവത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയദേവൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മളെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രാജേഷ്, ഡെപ്യൂട്ടി ചീഫ്, ഈ പെൻഡ്രൈവിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ സ്കൂളിലെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തെന്നാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കിതിനകത്ത് യാതൊരു തരത്തിലുള്ള അറിവോ ഒന്നും തന്നെ ഇല്ല. ഇത് ഇങ്ങനെ നമ്മളെ ബോധപൂർവമായിട്ട് ഒരു സംഭവം എനിക്കറിയില്ല. ഇന്ന് രാവിലെ ഇങ്ങനെ ചാനലിൽ കാണുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഞാൻ അറിയുന്നത്. സംഭവത്തെ തുടർന്ന് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. DPIയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് DOയുടെയും കണ്ണൂർ DOയുടെയും നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ച സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തി. അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൃത്യമായും ഇന്ന് ഒരു 3 മണിക്കിടക്ക് തിരുവനന്തപുരത്തേക്ക് DPI ഓഫീസിലേക്ക് കൊടുക്കും. ഈ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് വിലയിരുത്തുകയും അതിന് യുക്തമായ നടപടികൾ DPI ആണ് എടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട DPI എടുക്കേണ്ടത്, നമ്മളല്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ടാക്കി അവർക്ക് മെയിലിൽ അയച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇതുവരെ നടന്ന പരീക്ഷ നടത്തിയ അധ്യാപകരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും പുതിയ ആളുകളെ വച്ചുകൊണ്ട് പരീക്ഷ നടത്താനും നമ്മളോട് നിർദ്ദേശിച്ചു. അതിനനുസരിച്ച് ഇതുവരെ പരീക്ഷ നടത്തിയവരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പുതിയ ആളുകൾക്ക് ഉത്തരവ് കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. കുറ്റാരോപിതനായ രാജേഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ താൻ സോഫ്റ്റ്വെയർ കോപ്പി ചെയ്തതായി കുറ്റസമ്മതം നടത്തി. താൻ സ്കൂളിൽ കോപ്പി ചെയ്ത സോഫ്റ്റ്വെയർ തന്റെ വിദ്യാലയത്തിലെ മറ്റ് അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയതെന്നും രാജേഷ് മൊഴി നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പരീക്ഷാ സോഫ്റ്റ്വെയർ ചോർന്ന സംഭവം DYFIയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. AV രഞ്ജിത്ത്, ലിജിത്ത്, അനൂപ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സെന്റ് മേരീസ് സ്കൂൾ പരിസരത്ത് സമാപിച്ച പ്രകടനത്തിന് ശേഷം പൊതുയോഗവും നടന്നു.
സരിൻ ശശി സംസാരിച്ചു. കോൺഗ്രസ് അനുകൂല സംഘടനയായിട്ടുള്ള അധ്യാപക സംഘടന നേതാവ് രാജേഷ്, ആ രാജേഷ് ഇപ്പോൾ പരീക്ഷാ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് മാതമംഗലം സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ IT പരീക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ പരിയാരത്ത് UDF അനുകൂല ജീവനക്കാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. ശമ്പള വിതരണം മാടായി കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് കോളേജ് ചെയർമാൻ MV ജയരാജന്റെ ഓഫീസിന് മുന്നിലാണ് സമരം. മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് സ്ഥിരമായി ശമ്പളം നൽകിയിരുന്ന ജില്ലാ സഹകരണ ബാങ്കിലെ അക്കൗണ്ട് മാറ്റി പകരം CPM നിയന്ത്രണത്തിലുള്ള മാടായി കോഓപ്പറേറ്റീവ് ബാങ്ക് മുഖേന ശമ്പളം നൽകാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 4 മാസമായി ജീവനക്കാർ ശമ്പളം കൈപ്പറ്റിയിരുന്നില്ല. ഈ ആവശ്യം ഉന്നയിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് സ്റ്റാഫ് അസോസിയേഷനും കേരള കോഓപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷനും സംയുക്തമായി ഇക്കഴിഞ്ഞ 2-ന് മെഡിക്കൽ കോളേജ് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തിയിരുന്നു. എന്നാൽ പരിഹാരമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. മാടായി ബാങ്കിലേക്ക് ശമ്പളം മാറ്റുമ്പോൾ അവരുടെ ATM കൗണ്ടറും ശാഖയും മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യാതൊന്നും നടന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. 250ഓളം ജീവനക്കാരാണ് കഴിഞ്ഞ 4 മാസമായി ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ജില്ലാ സഹകരണ ബാങ്കിലേക്ക് ശമ്പള അക്കൗണ്ട് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ നിരാഹാര സമരം തുടരാനാണ് സമരസമിതി ഭാരവാഹികളുടെ തീരുമാനം. ആവശ്യമുന്നയിച്ച് സമരസമിതി കൺവീനർ VV മധുസൂദനാണ് നിരാഹാര സമരം ആരംഭിച്ചത്. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഒടുവിലായി ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് 100 കോടി രൂപ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആവശ്യത്തിനും അതുപോലെ ഇത് സർക്കാർ ഏത് മേഖലയിലായാലും ഏറ്റെടുക്കുവാനും തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്തു തന്നെ വന്നാലും ഗവൺമെൻറ് തുടർ പഞ്ചായത്ത് ത്രിതല തിരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരാൻ ചെറിയ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഡോക്ടർ D സുരേന്ദ്രനാഥ്, INTUC ജില്ലാ പ്രസിഡന്റ് VV ശശീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. സംഘടനാ നേതാക്കളായ K രാജൻ, CH ശ്രീഹരി, OV സീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കല്യാശ്ശേരി മണ്ഡലത്തിൽ കൈപ്പാട് നെൽകൃഷിയുടെ സമഗ്ര വികസനത്തിനും സംരക്ഷണത്തിനുമായി 10 കോടി രൂപ അനുവദിച്ചു. നബാർഡിന് സമർപ്പിച്ച പദ്ധതിയുടെ ആദ്യ ഗഡുവായാണ് തുക അനുവദിച്ചത്. കൈപ്പാട് നെൽകൃഷിയുടെ സമഗ്ര വികസനത്തിനും സംരക്ഷണത്തിനും കല്യാശ്ശേരി മണ്ഡലത്തിലെ പട്ടുവം, ഏഴോം, കണ്ണപുരം, ചെറുകുന്ന് എന്നീ പഞ്ചായത്തുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന നബാർഡിന് 24 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു. ഇതിന്റെ ആദ്യഘട്ടമായാണ് 10 കോടി രൂപ അനുവദിച്ചതായി TV രാജേഷ് MLA അറിയിച്ചത്. കൈപ്പാട് കൃഷിക്ക് ഏറെ സാധ്യതയുള്ളതും ഇപ്പോൾ കൃഷി ചെയ്യുന്നതുമായ ഈ പഞ്ചായത്തുകളിൽ കൈപ്പാട് നിലങ്ങളിൽ പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുന്നതിനും അതിന്റെ സംഭരണ, സംസ്കരണ, വിതരണ യൂണിറ്റുകളും ഈ പദ്ധതി മുഖേന ആരംഭിക്കും. കൈപ്പാട് കൃഷി റിസർച്ച് ഫെസിലിയേഷൻ ട്രെയിനിംഗ് സെന്ററും ഇതിന്റെ ഭാഗമായി തുറക്കും. പട്ടുവം, ഏഴോം, കണ്ണപുരം, ചെറുകുന്ന് എന്നീ പഞ്ചായത്തുകളെ അടിസ്ഥാനപ്പെടുത്തി പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ T വനജയുടെ നേതൃത്വത്തിലാണ് കൈപ്പാട് നെൽകൃഷിയുടെ സമഗ്ര വികസനത്തിനും സംരക്ഷണത്തിനുമായി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിന് മുന്നോടിയായി 2015 മെയ് 10-ന് കൈപ്പാട് പ്രദേശം TV രാജേഷ് MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചിരുന്നു. കാർഷികോൽപാദന കമ്മീഷണർ സുബ്രതോ ബിശ്വാസ്, ജില്ലാ കളക്ടർ P ബാലകിരൺ IAS തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശം സന്ദർശിച്ചത്. നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. റോഡ് നിർമ്മാണ പ്രവൃത്തി വൈകിയതിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ ചെറുകുന്ന് CITU ചെറുകുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM പാപ്പനശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം N ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ടാക്സി സ്റ്റാൻഡിന് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് ചെറുകുന്ന് ടൗണിൽ നടന്ന പ്രതിഷേധ യോഗം N ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ മുൻപന്തിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നത് മാത്രമല്ല അതിന് നഷ്ടപരിഹാരം ആളുകൾക്ക് എത്തിച്ചു കൊടുത്തതിന് ആവശ്യം അവർ ഉണ്ടെന്ന്. കാരണം എങ്കിൽ മാത്രമേ പ്രവർത്തനം പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. T പുരുഷു അധ്യക്ഷത വഹിച്ചു. വാടി പവിത്രൻ, KV ശ്രീധരൻ, PC അശോകൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ P കരുണാകരൻ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. റെയിൽവേ ADRM മോഹനനും അടങ്ങുന്ന ഉന്നത സംഘം ഉദ്യോഗസ്ഥരുമായി MP P കരുണാകരൻ സ്റ്റേഷനിൽ ചർച്ച ചെയ്തു. സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്ത് പാർക്കിംഗ് സംവിധാനം, കിഴക്കു ഭാഗത്തായി 2ാമത്തെ പ്രവേശന കവാടം അനുവദിക്കുവാനും അമ്പലം ഭാഗത്ത് നിന്ന് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുവാനും തെക്ക് ഭാഗത്തായി 1-3 പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുവാനും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ ചർച്ചയിൽ ആവശ്യപ്പെട്ടു.
ജമ്മു താവി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കാനും ആവശ്യമുയർന്നു. പ്ലാറ്റ്ഫോമുകളിൽ കുടിവെള്ള സംവിധാനം ഒരുക്കും. MP ഫണ്ടിൽ സ്റ്റേഷനിൽ അനുവദിച്ച വിസിറ്റേഴ്സ് ചെയറിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ MP പി കരുണാകരൻ നിർവഹിച്ചു. വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തു. മാത്രമല്ല ഈ സൈറ്റ് നമ്മൾ കാണുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ റെയിൽവേ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് പ്ലാറ്റ്ഫോമിലുള്ള സെക്കൻഡ് എൻട്രി എന്നുള്ളതാണ്. അപ്പോൾ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിനാവശ്യമായിട്ട് പാർക്കിംഗ് ഏരിയ വേണം. പാർക്കിംഗ് ഏരിയയ്ക്ക് ആവശ്യമായ സ്ഥലം ഇവിടെയുണ്ട്. കാരണം റെയിൽവേയുടെ സ്ഥലം തന്നെയാണ് ഈ സെക്കൻഡ് എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ മധുക്കർ, ഡിവിഷണൽ എഞ്ചിനീയർ ആർ അരുൺ എന്നിവരും ചേംബർ, റോട്ടറി പ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു. ഭിന്നശേഷിയുള്ളവർക്കായി തൃക്കരിപ്പൂരിൽ ഫിസിയോതെറാപ്പി സെന്ററും ബഡ്സ് സ്കൂളും ആരംഭിക്കണമെന്ന ആവശ്യം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് നടന്ന പ്രത്യേക ഗ്രാമസഭയിലാണ് യോഗം തീരുമാനമെടുത്തത്. പ്രത്യേക ഗ്രാമസഭകളിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരുന്ന ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങണമെന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിയുള്ളവരുടെ പ്രത്യേക ഗ്രാമസഭയിൽ ഏകകണ്ഠമായി തീരുമാനിച്ചു. 20 പേരെങ്കിലും സ്കൂളിൽ ചേരുവാൻ തയ്യാറാകുന്ന പക്ഷം ബഡ് സ്കൂൾ ആരംഭിക്കുമെന്നും ഗ്രാമസഭയിൽ ഉറപ്പ് ലഭിച്ചു. ICDS സൂപ്പർവൈസർ ലതിക പദ്ധതി വിശദീകരണം നടത്തി. MRCH പോകുന്നത് തൊട്ടടുത്തുള്ള കരുവള്ളൂർ ബഡ്സ് സ്കൂളിൽ ഇപ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഇപ്പുറത്തില്ലേ ഉടുമ്പന്തല ഒരു സ്കൂളുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ കാലത്തെ നിങ്ങൾ പറയണം ഇന്ന കുട്ടികൾ ബഡ്സ് സ്കൂളിൽ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രം 20 കുട്ടികളുണ്ടെങ്കിൽ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗീത, സാജിദ സഫറുള്ള, AG സെറീന, റീത്ത K, TV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭിന്നശേഷിക്കാരുടെ പരാതികളും പരിഭവങ്ങളും അധികാരികൾക്ക് മുൻപിൽ അണപൊട്ടിയ കാഴ്ച നൊമ്പരമായി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാമന്തളി ചിദംബരനാഥ UP സ്കൂളിന് സ്വന്തമായി ഇനി സ്മാർട്ട് ക്ലാസ് റൂമും. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുത്തിയാണ് സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത്. കാസർഗോഡ് MP പി കരുണാകരന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും സ്കൂളിലേക്ക് അനുവദിച്ച കമ്പ്യൂട്ടറും പ്രൊജക്ടറും അനുബന്ധ ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം തയ്യാറാക്കിയത്. ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം പി കരുണാകരൻ MP നിർവഹിച്ചു. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. പഴയ കാലഘട്ടത്തിൽ സ്വകാര്യ സ്കൂളുകളായിരുന്നു എല്ലാ മേഖലയിലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സംരക്ഷിക്കുന്നതിനൊക്കെ മുൻപന്തി. പക്ഷെ ഇന്ന് മറ്റ് വിവിധ ഏജൻസികൾ വഴി ലഭിക്കുന്ന ഫണ്ടുകൾ ഇവിടെ HM സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ സ്കൂളുകൾ ലഭിക്കത്തില്ല. MP ഫണ്ട്, MLA ഫണ്ട്, SS, പഞ്ചായത്ത് അതുപോലുള്ള. രാമന്തളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A വത്സല അധ്യക്ഷയായി. സ്കൂൾ പ്രധാനാധ്യാപിക KV ജയശ്രീ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T ജനാർദ്ദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ കൂടിയാടത്ത് കൃഷ്ണൻ, C ജയരാജൻ, സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KK ശ്രീധരൻ, പയ്യന്നൂർ EO VM രാജീവൻ, CRCCO കോർഡിനേറ്റർ നാരായണൻ നമ്പൂതിരി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. കൗവായി കായലിൽ പുഴയെ ബന്ദിയാക്കി പണിത IT ബണ്ട് പരിസരത്ത് ദുർഗന്ധം അസഹ്യമാകുന്നു. പാരിസ്ഥിതിക പ്രശ്നം പരിഹരിക്കാൻ പൈപ്പ് കൾവെട്ട് നിർമ്മിക്കണമെന്നും ആവശ്യം. മാടക്കാൽ ബണ്ടും പടന്ന തെക്കേക്കാട് ബണ്ടും വന്നതോടെയാണ് ITയെ ഇടയിലക്കാട് ദ്വീപുമായി ബന്ധിപ്പിക്കുവാൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽപ്പെട്ട ITയും വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാടും ബന്ധിപ്പിച്ചുകൊണ്ട് IT ബണ്ട് ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ചത്. ബോട്ട് സർവീസ് അടക്കം ജലഗതാഗതം നടത്തിയിരുന്ന ആഴക്കൂടുതലും അടിയൊഴുക്കുമുള്ളതുമായ പുഴയെ തടഞ്ഞു നിർത്തിയാണ് ബണ്ട് നിർമ്മിച്ചത്. അതുകൊണ്ടുതന്നെ വേലിയേറ്റ സമയങ്ങളിൽ പുഴയുടെ ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെടുന്ന IT ബണ്ടിൽ ഇപ്പോൾ മാടക്കാൽ ബണ്ടിൽ സംഭവിച്ചതുപോലെ മാലിന്യവും പായലും അടിഞ്ഞുകൂടി അസഹ്യമായ ദുർഗന്ധം വമിക്കുകയാണ്. മത്സ്യസമ്പത്ത് സമൃദ്ധമായിരുന്ന ഇവിടെ മലിനജലമടിയാൻ തുടങ്ങിയതോടെ മത്സ്യസമ്പത്ത് പാടെ നശിച്ചിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലെ കിണർവെള്ളം മലീമസമാകാൻ തുടങ്ങിയത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ജലഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കാത്തത് ഒരു പോരായ്മയായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തുമായി 2 വലിയ ഹോൾസ് മാടക്കാൽ ബണ്ടിന് സ്ഥാപിച്ച പോലെ സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾക്ക് വളരെയേറെ സൗകര്യപ്രദമായിരിക്കും. ഈ ദുർഗന്ധം വമിക്കുന്നത് ഒഴിവാക്കാനും
ജലനിർഗമന മാർഗങ്ങൾ സ്ഥായിയായി അത് ഫലത്തിൽ വരുത്തി ജനങ്ങൾക്കും നാട്ടുകാർക്കും അതേപോലെ തന്നെ മത്സ്യസമ്പത്തിന് നല്ല മെച്ചം ഉണ്ടാക്കാൻ ഉതകുന്ന രൂപത്തിൽ അത് ചിന്തിക്കണം. മാടക്കാൽ ബണ്ടിലും തെക്കേക്കാട് ബണ്ടിലും പൈപ്പ് കൾവർട്ട് നിർമ്മിച്ച് നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചതോടെ പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരമായെങ്കിലും IT ബണ്ടിന്റെ നില അത്യധികം രൂക്ഷാവസ്ഥയിലാണ്. പരിസരവാസികളെ പ്രക്ഷോഭത്തിലേക്ക് തിരിക്കാതെ ഇരു പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഇടപെട്ട് ബണ്ടിന് പൈപ്പ് കൾവർട്ട് പണിത് നീരൊഴുക്ക് പുനഃസ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാത്തിരിപ്പിനൊടുവിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. ശനിയാഴ്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനുകളിലൊന്നായ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് ചെറുപുഴ ആസ്ഥാനമായി പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പെരിങ്ങോം പോലീസ് സ്റ്റേഷന്റെ ആസ്ഥാനത്തു നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള രാജഗിരി, പെരുമ്പടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെത്താൻ പോലീസ് ഏറെ കഷ്ടപ്പെട്ടിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനാണ് വിഭജനം. ചെറുപുഴ പഞ്ചായത്തിന്റെ ക്ഷീരഭവന് സമീപമുള്ള ആയുർവേദാശുപത്രി, മൃഗാശുപത്രി എന്നിവ മാറ്റിസ്ഥാപിച്ച് അവിടെയാണ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷൻ ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. ശ്രീകൃഷ്ണൻ MLA യോഗത്തിൽ അധ്യക്ഷനാകും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. റീജിയണൽ അഗ്രികൾച്ചറൽ ട്രെയിനിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ കൃഷിക്കാർക്ക് പ്രാക്ടിക്കൽ ഫീൽഡ് ട്രെയിനിംഗ് സ്കൂൾ സംഘടിപ്പിച്ചു. അതിയടുത്ത് നടന്ന പരിപാടി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. സാറിന് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ പരിചയമുള്ള ഇപ്പൊ ലളിത മേഡം പറഞ്ഞ പോലെ ഞാനൊക്കെ ജനിച്ചു വളർന്നത് മലയോരത്താണ്. അപ്പൊ അവിടെ ജനിച്ച് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും നല്ല കൃഷിക്കാരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ചെറുതായിട്ട് ഇവിടെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കല്യാശ്ശേരി ബ്ലോക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെറുതാഴം ഏഴും പോലെയുള്ള പരിപാടിയുടെ ഭാഗമായി കർഷകർക്ക് കൃഷി, മൃഗസംരക്ഷണം എന്നീ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകി. അതിയടം പരിപ്പായില്ലത്ത് P. നാരായണൻ നമ്പൂതിരിയുടെ കൃഷിയിടത്തിലാണ് പരിപാടി നടന്നത്. പ്രശസ്ത ജൈവ കർഷകൻ KBR കണ്ണൻ കാർഷിക സെമിനാറിന് നേതൃത്വം നൽകി. P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. CP മോഹനൻ, G. നിഷ, V. ലളിത, ജോളി അലക്സ്, KP മമ്മൂട്ടി, PV ബാലകൃഷ്ണൻ, PP മത്തായി, P. നാരായണൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ പുഞ്ചക്കാട് താമസിക്കുന്ന മൗവനാൽ പ്രിയേഷിന്റെ കാർ അടിച്ചു തകർത്ത നിലയിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. പുഞ്ചക്കാട് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മൗവനാൽ പ്രിയേഷിന്റെ കാറിന്റെ പിന്നിലെ ഗ്ലാസാണ് അടിച്ചു തകർത്തത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. നേരം പുലർന്നപ്പോഴാണ് കാർ തകർത്ത വിവരം വീട്ടുകാർ അറിഞ്ഞത്. പ്രിയേഷും കുടുംബവും ഇവിടെ താമസമാക്കിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന KL 60D 1829 ആൾട്ടോ കാറാണ് അടിച്ചു തകർത്തത്. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. തൃക്കരിപ്പൂർ മൈത്താണി ചൂരിക്കാടൻ കൃഷ്ണനായർ സ്മാരക വായനശാല ഗ്രന്ഥാലയം സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ വല്ലാതെ വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ മക്കളെയൊക്കെ നേരിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒറ്റ മാർഗമേ ഉള്ളൂ, നല്ല വായനയും നല്ല ചിന്തയും മാത്രമാണ്. ആ രീതിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനുള്ള വലിയ ശ്രമത്തിൽ നമുക്കൊക്കെ പങ്കാളികളാകാനുള്ള ഊർജവും ശക്തിയും പ്രകാശവും നൽകാൻ ഇതുപോലുള്ള ചടങ്ങുകൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും വിട്ടുപോയ ഒരു കാര്യം, ഇവിടെ ഫോക്ലോർ അവാർഡ് നേടിയിട്ടുള്ള സുഹൃത്തുക്കൾ അവരെല്ലാവരും എത്തിയോ എന്നറിയില്ല. എൻ്റെ സുഹൃത്ത് പ്രമോദ്, അതുപോലുള്ള ആളുകൾ പണിക്കരൊക്കെ ഉണ്ട്. അവരെയൊക്കെ തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു, വാക്കുകൾ ചുരുക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ P. കുഞ്ഞമ്പുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പൂരക്കളിയിൽ ഫോക്ലോർ അവാർഡ് ജേതാവ് വൈക്കത്ത് രാഘവനെ വാസുചോറോട് ഉപഹാരം നൽകി ആദരിച്ചു. P. വിജയകുമാർ, CV വിജയരാജ്, T. തമ്പാൻ, BM സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നാടകം അഭിമന്യു അരങ്ങേറി. നമ്മുടെ നാട്ടിൽ ഇതൊരു ശാപം പിടിച്ച ഏർപ്പാട്. അച്ഛനമ്മമാരുടെ മൂക്കൊന്ന് വേർത്താൽ മക്കൾ ഓടിയെത്തണം. ഞങ്ങൾക്കുണ്ടാകുന്ന പേഴ്സണലായ പ്രശ്നങ്ങളൊന്നും അവർക്ക് കാര്യമേ അല്ല. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല ഇംഗ്ലീഷ് ഫെസ്റ്റ് ചെറുപുഴ JMUP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സർവശിക്ഷ അഭിയാൻ മുഖേന നടത്തിവരുന്ന, അതുപോലെ അതിനോട് സംയുക്തമായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി നടത്തിവരുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇംഗ്ലീഷ് ആഭിമുഖ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നതിനുള്ള വിവിധ മേഖലകൾ സ്വായത്തമാക്കുന്നതിനും വേണ്ടി നടത്തിയതാണ് ഇംഗ്ലീഷ് ഫെസ്റ്റ് 2016. ഉദ്ഘാടന യോഗത്തിൽ JMUP ചെറുപുഴ പ്രധാനാധ്യാപിക KV നീന അധ്യക്ഷയായി. ഡോക്ടർ സാജൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ K. കുഞ്ഞികൃഷ്ണൻ നായർ, പയ്യന്നൂർ BPO ഇൻചാർജ് VV ഹരിപ്രസാദ്, PTA പ്രസിഡന്റ് JJ ജോർജ്, ഷീന ജോണി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഇംഗ്ലീഷ് കൗൺസിൽ കൺവീനർ DD ജോയ് സ്വാഗതവും സ്കൂൾ ലീഡർ മുഹമ്മദ് നിസാൻ നന്ദിയും പറഞ്ഞു. BRC ട്രെയിനർമാരായ വർഗീസ് NJയും CD ജോയ് മാസ്റ്ററും ക്ലാസിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ സൗജന്യ പരിശീലന പദ്ധതിയുമായി ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്ററിലെ ചീമേനി വെളിച്ചംതൊഴു ശാഖയിൽ തെങ്ങുകയറ്റ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കൊച്ചി നാളികേര വികസന ബോർഡ്, പെരിങ്ങോം തേജസ്വിനി കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി, ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് തെങ്ങുകയറ്റ പരിശീലനം സംഘടിപ്പിച്ചത്. 7 ദിവസം നീണ്ടുനിൽക്കുന്നതാണ് പരിശീലന പരിപാടി. 25 പേർക്കായിരിക്കും ഒരു ബാച്ചിൽ പ്രവേശനം അനുവദിക്കുക. സൗജന്യ പരിശീലനത്തോടൊപ്പം തെങ്ങുകയറ്റ യന്ത്രവും സൗജന്യമായി നൽകും. കൂടാതെ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയും 25,000 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും സൗജന്യമായി തന്നെ നൽകും. പരിശീലനത്തിൽ ആർക്കും പങ്കാളികളാകാം. ഉച്ചവരെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് അതതു രംഗത്തെ പ്രഗത്ഭർ ക്ലാസ് എടുക്കും. ഉച്ചതിരിഞ്ഞാണ് പരിശീലനം. തെങ്ങുകയറ്റ പരിശീലനം കൂടാതെ കോഴി വളർത്തൽ, ആടുവളർത്തൽ, ചെറുകിട സംരംഭങ്ങൾ, കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, സോപ്പ് നിർമ്മാണം തുടങ്ങിയവയിലൊക്കെ സൗജന്യ പരിശീലനവും ബാങ്ക് വായ്പയും തരപ്പെടുത്തി കൊടുക്കും. നാളികേരം പറിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാളികേരം പറിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചങ്ങാതിക്കൂട്ടം പദ്ധതിയിലൂടെ തൊഴിൽ രഹിതരായ യുവതിയുവാക്കൾക്ക് ഈ തൊഴിൽ കൊടുത്ത് സൗജന്യമായ മെഷീനും കൊടുക്കുന്നു. സൗജന്യമായ ഫുഡ് 7 ദിവസത്തെ ക്ലാസ്സാണ്. 2 ലക്ഷം രൂപയുടെ ഇൻഷുർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിൽ 30,000 രൂപ വരെ ആശുപത്രി ചെലവ് വഹിക്കുന്നുണ്ട്. ശ്രേയസിന്റെ പ്രവർത്തനം കേരളത്തിൽ 5 ജില്ലകളിലായി 46,000 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2720 അയൽക്കൂട്ടങ്ങളിലായാണ്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 1 മാസക്കാലമായി നടന്നുവന്ന ജൂഡോ സ്വയം പ്രതിരോധ പരിശീലന ക്ലാസ് സമാപിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമാപന പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം മുനിസിപ്പാലിറ്റി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ഇവിടെ നടപ്പിലാക്കിയത്. ഇതിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ വ്യാപനമൊക്കെ തന്നെ വളരെ ഗൗരവപൂർവ്വം മുനിസിപ്പാലിറ്റി നിർവഹിച്ചു. ശ്രീ നന്ദകുമാറുമായി ബന്ധപ്പെട്ട സംസാരം നടത്തിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികൾക്കും നമുക്കതിൻ്റെ സേവനം ലഭ്യമാക്കുന്ന വിധത്തിൽ കുട്ടികൾക്കൊരു ആത്മവിശ്വാസം വളർത്തുക. കൗൺസിലർ AK ശ്രീജ അധ്യക്ഷയായിരുന്നു. K. ശിവകുമാർ, K. രവീന്ദ്രൻ, K. വിജയകുമാർ, ചിന്നമ്മ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ജൂഡോ അധ്യാപകരും നഗരസഭാ കൗൺസിലറുമായ V. നന്ദകുമാറാണ് ജൂഡോ പരിശീലിപ്പിച്ചത്. ആളുകൾ പെരുമാറുന്നിടങ്ങളിൽ നിന്നെല്ലാം കഥകൾ കണ്ടെത്തുന്ന എഴുത്തുകാരനാണ് അക്ബർ കക്കട്ടിലെന്ന് പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ. എതിർദിശ മാസിക സംഘടിപ്പിച്ച കക്കട്ടിൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PK സുരേഷ് കുമാർ അധ്യക്ഷനായി. P. അപ്പുക്കുട്ടൻ മാസ്റ്റർ, മാധവൻ പുറച്ചേരി, AC ശ്രീഹരി, രാഘവൻ കടന്നപ്പള്ളി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. എരമം നോർത്ത് LP സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ നൃത്ത പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കുട്ടികളെ ശാസ്ത്രീയമായി നൃത്തം പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് KP വിജയൻ അധ്യക്ഷനായി. C. വിജയൻ മാസ്റ്റർ, ചന്ദ്രൻ MV, മനോഹരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ മന്ദരോഗ നിർണയ രക്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ വളരെ കൂടുതലായി താമസിച്ചു വരുന്ന പെരുമ്പ ഗാന്ധിമുക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ മന്ദരോഗ നിർണയ പരിശോധന ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്തു. രാത്രി 8 മണിക്ക് ആരംഭിച്ച പരിശോധനാ ക്യാമ്പ് വാർഡ് കൗൺസിലർ ലതാ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് വികസന സമിതി കൺവീനർ സത്യനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹനൻ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ KV പവിത്രൻ രക്തപരിശോധനയ്ക്ക് നേതൃത്വം നൽകി. JHമാരായ E. നന്ദകുമാർ, ശ്രീനിവാസൻ KP, ശ്രീജേഷ് S, സന്തോഷ് EV, സെലീന P തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ പുലിയൻ സമുദായ മഹാസഭാ സമ്മേളനം ഫെബ്രുവരി 20 ശനിയാഴ്ച നടക്കും. പുലിയൻ സമുദായ സംരക്ഷണ സമിതി മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്.
വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന തെയ്യം കലാകാരന്മാരെയും ആദരിക്കും. പരിപാടിയുടെ ഭാഗമായുള്ള വിളംബര റാലി പഴയങ്ങാടി SI KP ഷൈൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. TV രാജേഷ് MLA എൻഡോമെന്റ് വിതരണം ചെയ്യും. ധന്യരാമൻ മുഖ്യപ്രഭാഷണം നടത്തും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ ബാബു കുതിരുമ്മൽ, സന്തോഷ് P, രമേശൻ T, C പുരുഷോത്തമൻ, മധു M, K കൃഷ്ണൻ, K ലത, ആശാജിത്ത് തുടങ്ങിയവർ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവള്ളൂർ ശ്രീ നെയ്യമൃതക്കൂട്ടം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കരിവള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ നിന്നും മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര മുച്ചിലോട്ട് ശ്രീ കാമാക്ഷി ക്ഷേത്രം വഴി കോട്ടം ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റീറ്റെയിൽ വ്യാപാര ശൃംഖല ശക്തി ഫ്യൂൽസ് കടന്നപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റീറ്റെയിൽ വ്യാപാര ശൃംഖല പിലാത്തറ മാതമംഗലം റോഡിൽ കടന്നപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡിവിഷണൽ മാനേജർ TN സുന്ദർരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കവി കുരീപ്പുഴ ശ്രീകുമാർ നേതൃത്വം നൽകുന്ന മതാതീത സാംസ്കാരിക യാത്രയ്ക്ക് ഫെബ്രുവരി 21 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വെള്ളൂർ ഏച്ചിലാംവയൽ ഗ്രാമീണ വായനശാലയിൽ സ്വീകരണം നൽകും. ജവഹർ വായനശാല പരിസരത്തു നിന്ന് സാംസ്കാരിക പ്രവർത്തകർ ജാഥയെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിക്കും. കരിവള്ളൂർ മുരളി സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യയുടെ മഞ്ചേശ്വരത്തെ വീട്ടിൽ നിന്ന് ഫെബ്രുവരി 20-നാണ് മതാതീത സാംസ്കാരിക യാത്ര തുടങ്ങുന്നത്. കാളീശ്വരത്തെ പരേതനായ കൃഷ്ണന്റെ ഭാര്യ ലക്ഷ്മിയമ്മ നിര്യാതയായി. 65 വയസ്സായിരുന്നു. രമേശൻ ഏകമകനാണ്. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ക്യാമ്പസുകൾ കലുഷിതമാകുന്നു. പ്രേക്ഷക പ്രതികരണങ്ങൾ. അസഹിഷ്ണുത, അതേപോലെ എല്ലാ രീതിയിലുള്ള അസഹിഷ്ണുത, മാറ്റങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഒരു അസഹിഷ്ണുത, അതേപോലെ ദേശീയ ബോധത്തിൻ്റെ കുറവ്, മറ്റുള്ളവരെ എങ്ങനെ കുറ്റപ്പെടുത്താം, രാജ്യത്തെ എങ്ങനെ ദ്രോഹിക്കാം, അതാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഇത്. അവർ രാഷ്ട്രീയ അതിപ്രസരമുണ്ട്, മറ്റ് പല വിഭാഗീയതയുടെ അതിപ്രസരമുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഈ വിദ്യാലയങ്ങൾ ഇപ്പോഴുണ്ടാകുന്ന ഈ മലിനമായ അന്തരീക്ഷത്തിന് കാരണം. ഒരു നല്ല അന്തരീക്ഷമായിട്ടല്ല നമുക്കിപ്പോൾ തോന്നുന്നത്. മുമ്പൊക്കെ ധൈര്യത്തിൽ നമുക്ക് പെൺകുട്ടികളെ വിദ്യാലയത്തിൽ വിടാനുള്ള ധൈര്യം രക്ഷിതാക്കൾക്കും സമൂഹത്തിനും ഉണ്ട്. ഇപ്പോൾ മറിച്ച് എങ്ങനെ രക്ഷിതാക്കൾ കലാലയത്തിൽ നമ്മുടെ കുട്ടികളെ വിടും, ആ വിട്ട കുട്ടികൾ തിരിച്ച് വീട്ടിലെത്തുമോ എന്ന് നമുക്ക് സംശയമാണിപ്പോൾ. അങ്ങനെയുള്ള ഈ ചുറ്റുപാടിൽ നമ്മുടെ സർക്കാർ ഇതിനെതിരെ ശക്തിയായി പ്രതികരിക്കണം എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന അവരെ കണ്ടുപിടിച്ച് ആക്രമിക്കുകയും അപ്പോൾ കുറച്ച് സംഘടനാ ശക്തികളാക്കി നിർത്തി അവർ കൂടുതൽ പ്രവർത്തനം നടത്തുമ്പോൾ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കി അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് SFI പോലുള്ള സംഘടനകൾ വളരെ ശക്തമായി മറ്റുള്ള സംഘടനകൾ പ്രവർത്തിക്കാൻ സംഗതികൾ അധികം ഈ കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. അവരുടെ വധശിക്ഷയുടെ വാർഷികാഘോഷം നമുക്ക് ഈ സർവകലാശാലയിൽ ആഘോഷിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് അത് ഒരു പരിശോധന നടത്തേണ്ടതാണ്. കാരണം അതൊക്കെ നമുക്ക് ഒഴിവാക്കപ്പെടേണ്ട കാര്യമല്ലേ. കാരണം അസ്വൽ ഗുരു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഈ നമ്മുടെ കലാപം ഉണ്ടാക്കുകയും രാജ്യത്തെ വിലപ്പെട്ട ജീവനുകൾ അപഹരിക്കുന്നതിൽ വലിയൊരു നിർണായകമായ പങ്ക് വഹിച്ചൊരു ചങ്ങായിനെ നമ്മൾ രാജ്യം പരമാവധി കാത്തു നിന്നതിന് ശേഷം എല്ലാവിധ വിചാരണകളും നടത്തിയതിന് ശേഷമാണ് വധശിക്ഷ നൽകിയത്. ആ വധശിക്ഷ നൽകിയതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നമ്മൾ അതിനെ പാടെ തള്ളിപ്പറയുന്ന ഒരു രീതി നമുക്ക് എന്തായാലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വക്കീലന്മാർ തന്നെ കനികയെ കൈകാര്യം ചെയ്ത രീതിയും ഒന്നും ഒട്ടും ശരിയല്ല. ഈ രാഷ്ട്രീയ അതിപ്രസരം ക്യാമ്പസുകളിലേക്കും
വ്യാപിക്കുന്നതിൻ്റെ ലക്ഷണം കൂടി കാണാനുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിനും ഭരണക്രമത്തിനും ഒന്നും തന്നെ ഭൂഷണമല്ല എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. കുട്ടികളെ വഴിക്ക് വിടണം. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത് ജയിലിലടക്കുന്ന സംവിധാനത്തോട് യോജിപ്പില്ല. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC IT പരീക്ഷയുടെ സോഫ്റ്റ്വെയർ ചോർന്നു. മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചോദ്യപേപ്പറാണ് ചോർന്നത്. സംഭവത്തിൽ പങ്കില്ലെന്നും ഇൻസ്റ്റലേഷൻ സമയത്താണ് സോഫ്റ്റ്വെയർ ചോർന്നതെന്നും സ്കൂൾ അധികൃതർ. ശമ്പള വിതരണം മാടായി കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് പരിയാരത്ത് UDF അനുകൂല ജീവനക്കാർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. റെയിൽവേ വികസനം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ P. കരുണാകരൻ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ കൈപ്പാട് നെൽകൃഷിയുടെ സമഗ്ര വികസനത്തിനും സംരക്ഷണത്തിനുമായി നബാർഡ് 10 കോടി രൂപ അനുവദിച്ചു. കൗവായിക്കായിൽ പുഴയെ ബന്ദിയാക്കി പണിത IT ബണ്ട് പരിസരത്ത് ദുർഗന്ധം അസഹ്യമാകുന്നു. കാത്തിരിപ്പിനൊടുവിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. ശനിയാഴ്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.